വേദനയൊക്കെ മാറിയില്ലേ? പിന്നെന്താ കളിക്കാൻ വന്നാൽ? ഫ്രാനും കോളിൻസും ജിമ്മിയും എല്ലാവരും ഉണ്ടാവും ഇന്ന്. എനിക്കറിയാം ടോം. ഞാൻ നമ്മുടെ പൂന്തോട്ടം നനയ്ക്കാൻ പോയപ്പോൾ എന്നോട് മാഗി പറഞ്ഞിരുന്നു. എന്നാൽ എളുപ്പം വാ ടീന. പക്ഷേ ടോം ഒന്ന് പുറത്തുപോയി ആകാശത്തേക്ക് നോക്കിക്കേ. ആകാശം മൂടി കെട്ടിരിക്കുക. എപ്പോ വേണമെങ്കിലും മഴ വരാം. എന്നാൽ എളുപ്പം തുറക്ക്. ഡാഡി വന്ന പിന്നെ കളിക്കാൻ പറ്റുമോ ടീന? ഇന്നൊരു ദിവസം കളിക്കണ്ട എന്ന് വെക്കണം. ടോമിന് മമ്മി വീട്ടിൽ പോയതിൽ പിന്നെ കളി കളി എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. നീ പോയി തുറന്നോളക്ക്. ഹോ, ഇങ്ങനെയൊരു മടിയൻ. മടിയോ? എനിക്കോ? രണ്ടുപേരും കൂടി എന്തു കുസൃതി ഒപ്പിക്കുകയായിരുന്നു? ഒന്നുമില്ല ഡാഡി. ടീന, നീ എളുപ്പം ഒരു ചായ ഉണ്ടാക്ക്. ബാക്കി വരുന്ന പാല് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ശരി ഡാഡി. ഡാഡി, ചായ ഞാൻ ഉണ്ടാക്കാം. ആരുണ്ടാക്കിയാലും കൊള്ളാം. ചായ നന്നായിരിക്കണം. ഞാൻ അന്നുണ്ടാക്കിയ ചായ ഡാഡിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? ശരിയാട്ടോ. നീ അന്നുണ്ടാക്കിയ ചായ വളരെ നല്ലതായിരുന്നു. പക്ഷേ മധുരം അല്പം കുറയ്ക്കണം കേട്ടോ. ശരി ഡാഡി. ഇന്നേതായാലും കുറെ പാല് കുടിക്കാം. ജൂലിക്ക് മനസ്സിലായി ടോമാണ് ചായ ഉണ്ടാക്കുന്നതെന്ന്. ജൂലിക്ക് അതിനെന്താ? കഴിഞ്ഞ പ്രാവശ്യം ടോം ചായ ഉണ്ടാക്കിയപ്പോൾ കുറെ പാൽ അശ്രദ്ധ കാരണം നിരത്തുപോയിരുന്നു. ഓഹോ, അപ്പോൾ ഇന്നും അന്നത്തെ പോലെ എന്റെ കയ്യിൽ നിന്നും പാൽ പോകുമെന്ന് കരുതി വന്നതാണല്ലേ ജൂലി? ഇന്ന് ഞാൻ ശ്രദ്ധിച്ചേ ഒഴിക്കൂ ജൂലി. ഒരു തുള്ളി പോലും നിനക്ക് കിട്ടില്ല. അല്ലേലും ഒരു തുള്ളി കിട്ടിട്ട് ഇപ്പൊ എന്തിനാ? ഈ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാൻ പോവാല്ലേ ടീന? മഴ ഇപ്പൊ പെയ്യുമെന്ന മാതിരി ആകാശം. പിന്നെ ഈയിടെയായി നല്ല ഇടിവെട്ടുമുണ്ട്. ഭൂമി കുലുക്കും. അതൊക്കെ അങ്ങ് വടക്കേ ഇന്ത്യയിലാ ജൂലി. ഇവിടെയും പല സ്ഥലങ്ങളിലായി പ്രകമ്പനങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ലേ? ഇടിവെട്ടും മിന്നലും ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഇല്ല ടീന. ഇടിയും മിന്നലും വരുമ്പോ നമുക്ക് നിർത്താം. ടീന, നീ ഇത് ഡാഡിക്ക് കൊടുത്തതിന് ശേഷം ചോദിക്ക്. ഞങ്ങൾ കുറച്ചു നേരം കളിച്ചോട്ടേന്ന്. ഞാൻ ചോദിച്ചു നോക്കാം. ഡാഡി, ചായ. ആഹാ, ടീനയാണോ ചായ ഉണ്ടാക്കിയത്? ഇല്ല ഡാഡി, ടോം തന്നെയാ ചായ ഉണ്ടാക്കിയത്. ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. നല്ല ചായ ടോം. മധുരവും കൃത്യം. ഡാഡി, ഞങ്ങൾ എന്നാ കളിക്കാൻ പോയിക്കോട്ടെ? പൊയ്ക്കോളൂ. പക്ഷേ ആകാശം കണ്ടിട്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നു. മഴ പെയ്താൽ കളി നിർത്തിയേക്കണം കേട്ടോ. തീർച്ചയായും ഡാഡി. നല്ല ചായ. അല്പം കുടിച്ചോളൂ ജൂലി. ചായ എങ്കിൽ ചായ. കലക്കി ജിമ്മി. അയ്യോ അമ്മേ, അയ്യോ. അയ്യോ അമ്മേ.
ആകാശുവിന്റെ കൂട്ടുകാരി ടിമ്മിയെ മിന്നലടിച്ചെന്ന്. എന്നിട്ട് നന്നായി പൊള്ളിയിട്ടുണ്ട്. പാൽക്കാരൻ കോവാലൻ ചേട്ടൻ അവളെയും കൊണ്ട് നമ്മുടെ ആശുപത്രിയിൽ പോയിരിക്കുക. നമ്മുടെ ഡോളി എവിടെയാ? അവൾ ആകെ സങ്കടത്തിലാ. പരിചയപ്പെട്ടിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എങ്കിലും അവൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സുഹൃത്തല്ലേ ഡിമ്മി. ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങളിൽ ഒരാളെ വിളിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും വിളി കേൾക്കും. ആ ശരിയാ, ജിമ്മി ഡിമ്മി, ചേച്ചിയും അനിയനും പോലെയുള്ള പേര്. അതെ, അവൾ എനിക്കൊരു ചേച്ചിയെ പോലെ തന്നെയാ. അവളും നമ്മുടെ ഡോളിയെ പോലെ ഒരു പാവമാ. ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ പുൽമേടിന് നടുവിലെ ഒരു മരത്തിന് താഴെ അവളെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ മഴയ്ക്ക് തൊട്ടു മുൻപാ സംഭവിച്ചത്. ആ മരത്തിന് താഴെ കെട്ടിയിട്ടതാണ് ബുദ്ധിമോശമായി പോയത്. മരത്തിന് താഴെ കെട്ടിയിട്ടത് എങ്ങനെയാ കുഴപ്പമായത്? ഞാൻ ഇടിമിന്നലിനെ കുറിച്ച് അധികമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇടിമിന്നൽ വരുമ്പോൾ മരത്തിനടിയിൽ നിൽക്കരുതെന്ന്. ഞാനൊക്കെ ഇടിമിന്നൽ വന്നപ്പോ മരത്തിന്റെ അടി നിന്നിട്ടുണ്ട്. അതെ, അവിടെ ഞങ്ങൾക്ക് ഒരു മാള ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്തായാലും ഇതിനെക്കുറിച്ച് അറിയണം. ദേ, മഴ ഇപ്പോ പെയ്യും. നമുക്ക് ആ മരത്തിന് താഴെ നിൽക്കാം. ദൈവമേ, ഇടിമിന്നലുള്ളപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ. കണ്ടോ, മഴ നനയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് മരത്തിനടിയിൽ ചെന്ന് നിൽക്കുക എന്നുള്ളത്. ശരിയാ, നമുക്കൊക്കെ ഇതിനെക്കുറിച്ച് കാര്യമായ വിവരമില്ലാത്തതാണ് പ്രശ്നം. നമുക്ക് ഡോക്ടർ അങ്കിളിനോട് ചോദിച്ചാലോ? അതെ, അദ്ദേഹത്തിന്റെ തല കണ്ടാൽ തന്നെ അറിയാം നല്ല ബുദ്ധിയുള്ള ആളാണെന്ന്. ജിമ്മി, അതെങ്ങനെ നിനക്കറിയാം? ഒരിക്കൽ ടോമിന്റെ ഡാഡി ഒരു പുസ്തകം വായിച്ചിട്ട് ടോമിന്റെ മമ്മിയോട് പറഞ്ഞ് ഞാൻ കേട്ടതാ, തലയിൽ മുടിയില്ലാത്തവർക്ക് നല്ല ബുദ്ധിയായിരിക്കുമെന്ന്. എന്നിട്ട് നമ്മുടെ റോക്കി ചേട്ടൻ മാത്രം എങ്ങനെ മണ്ടനായി പോയി? ആ, അതെനിക്കറിയില്ല. അതെ, ഇതൊക്കെ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് ഡോക്ടർ അങ്കിളിനെ പോയി കാണാം. ഇത് തുറസായ സ്ഥലമാണ്, ഇവിടെ അധികം നേരം നിൽക്കുന്നത് ബുദ്ധിയല്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അങ്കിൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇതും പറഞ്ഞു തരും, എനിക്കുറപ്പാ. ശരി, എങ്കിൽ സമയം കളയാതെ നമുക്ക് ഡോക്ടറെങ്കിലും പോയി കാണാം. ആഹാ, ടോമോ, എല്ലാവരും ഉണ്ടല്ലോ. ഇത് കൊള്ളാലോ അങ്കിൾ, ഇതെപ്പോ പിടിപ്പിച്ചു? ഒരു മാസത്തിലേറെയായി ടോം. ഞങ്ങളെല്ലാവരും കൂടി അങ്കിളിനെ ഒന്ന് കാണാൻ വന്നതാ. ശരി ടോം, അകത്ത് കയറിയിരുന്നോളൂ. എനിക്കൊരു പേഷ്യന്റ് കൂടിയുണ്ട്, അത് കഴിഞ്ഞ് സംസാരിക്കാം. എന്താ? ശരി അങ്കിൾ. എന്റെ മാളത്തിന്റെ മുൻപിലും ഇങ്ങനെ ഒരെണ്ണം വേണം. ആ ജോലിയോ വേറെ ഏതെങ്കിലും കാടമ്പൂച്ചകളോ വന്നാൽ വാതിൽ തുറക്കാതെ തന്നെ അറിയാലോ. ശരിയാ, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളല്ലേ. ഹോ, ഇങ്ങനെ ബെല്ലടിച്ചാൽ നമ്മളും ടി വിയിൽ വരുമോ? അകത്തുള്ള സ്ക്രീനിൽ ഡോക്ടർ അങ്കിളിന് നമ്മളെയും കാണാൻ പറ്റും. ടോമിനിതൊക്കെ എങ്ങനെ അറിയാം? ഡാഡി ഞങ്ങളെ എക്സിബിഷൻസ് ഒക്കെ കാണാൻ കൊണ്ടുപോകാറുണ്ട്. അവിടെ നിന്നും പഠിച്ചതാ ഇതിന്റെ പ്രവർത്തനമൊക്കെ. നമുക്ക് എന്റെ ഇന്റീരിയൽ ഗാർഡനിൽ ഇരിക്കാം. അവിടെ ചെടിയും പൂക്കളും കുളവും കിളികളും ഒക്കെ ഉണ്ട്. എന്നാൽ മഴയും വെയിലും ഒന്നും ഉണ്ടാകില്ല. ഹായ്, എനിക്ക് ഇവിടെയെല്ലാം കണ്ടിട്ട് ഡാൻസ് കളിക്കാൻ തോന്നുകയാ. എങ്കിൽ ടോം ഒരു പാട്ട് പാടിക്കേ. ടോം,
നമ്മുടെ അമ്മൂമ്മ പഠിപ്പിച്ചു തന്ന ആ പാട്ടൊന്ന് പാടൂ. ശരി, നീയും കൂടി പാടൂ ടീന. കാട്ടിൽ പോയി കാട്ടിൽ അവരൊരു കോട്ട കണ്ടു. കോട്ടക്കകത്ത് കടക്കും നേരം കോട്ടക്കകത്തൊരു കൊട്ടാരം. ആഹാ കൊട്ടാരം, കൊട്ടാരം, കൊട്ടാരം തന്നിൽ കടന്ന നേരം കട്ടിയായുള്ളൊരു കൂട്ടു കണ്ടു. കൂട്ടു തുറന്നവർ നോക്കും നേരം പട്ടു വിരിച്ചൊരു ശാല കണ്ടു. ചേട്ടനും കുട്ടനും കാട്ടിൽ പോയി കാട്ടിൽ അവരൊരു കോട്ട കണ്ടു. കോട്ടക്കകത്ത് കടക്കും നേരം കോട്ടക്കകത്തൊരു കൊട്ടാരം. ആഹാ കൊട്ടാരം, കൊട്ടാരം. ശാലയിലേക്ക് കടക്കും നേരം ശോഭയേറുന്നൊരു ദീപം കണ്ടു. ദീപത്തിനരികെ ചെന്ന നേരം നീട്ടിയിടുന്നൊരു കതകു കണ്ടു. ആഹാ കതകു കണ്ടു. കതകു തുറന്നവർ നോക്കും നേരം സ്വർണം കൊണ്ടുള്ളൊരു പെട്ടി കണ്ടു. പെട്ടി തുറന്നവർ നോക്കും നേരം പെട്ടിക്കകത്തൊരു ഭൂതത്താൻ. അയ്യോ ഭൂതത്താൻ, ഭൂതത്താൻ. ടോം, ടീന, പാട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ അങ്കിൾ. ടോം, ടീന, ഈ സ്ഥലം ഇഷ്ടമായോ? ശരിക്കും വേറൊരു സ്ഥലം പോലെ. വീടിനകമാണെന്ന് മനസ്സിലാവുകയില്ല. ഇവിടെയുള്ള മരത്തിന്റെ താഴെ ഇരുന്നാൽ ഒരു പ്രശ്നമില്ല. എന്നാൽ നിറയെ മീനുകളുമുണ്ട്. ഇതിനെ ചൂണ്ടയിട്ട് പിടിക്കാമോ അങ്കിൾ? വലുതായവേ ആവശ്യത്തിന് പിടിച്ചെടുക്കാം. അതിനു വേണ്ടിയുള്ള വല ഇവിടെയുണ്ട്. എത്ര നല്ല വീടാ അങ്കിളിന്റേത്. വാവ്, എത്ര വേണമെങ്കിലും ഇവിടെ കളിക്കാം. ഇടിമിന്നലിനെയും പേടിക്കണ്ട. നിങ്ങൾക്കും വയ്ക്കാം. ഇതിലും നല്ലൊരു വീടൊക്കെ നന്നായി പഠിച്ച് നല്ലൊരു ജോലി നേടിയാൽ മാത്രം മതി. അതിരിക്കട്ടെ, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ഇടിമിന്നൽ. ഇടിമിന്നലോ? അതെ, നമ്മുടെ ഡോളി പശുവില്ലേ, അവളുടെ കൂട്ടുകാരി ടിമ്മി ഇടിമിന്നൽ കൊണ്ട് പൊള്ളലേറ്റ് ആശുപത്രിയിലാ. പാവത്തിനെ ഒരു മരത്തിന്റെ ചോട്ടിൽ പുല്ല് തിന്നാൻ വേണ്ടി കെട്ടിയിട്ടതായിരുന്നു. അതാ കുഴപ്പമായത്. ഡോക്ടർ അങ്കിൾ, ഞങ്ങളും അത് അറിയാൻ വേണ്ടിയാണ് വന്നത്. എന്തുകൊണ്ടാണ് മരത്തിനടിയിൽ നിൽക്കരുതെന്ന് പറയുന്നത്? ഇടിയും മിന്നലുമുള്ളപ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? അതിനെന്താ, പറഞ്ഞു തരാമല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണം. സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ എല്ലാം നന്നായി മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് ഇത് പകർന്നു നൽകുകയും വേണം. തീർച്ചയായും അങ്കിൾ. ശരി, നിങ്ങൾക്ക് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അറിയാം അങ്കിൾ. ഭൂമിയിലെ ജലം സൂര്യതാപമേറ്റ് നീരാവിയായി ആകാശത്തേക്കുയർന്ന് മേഘമായി നിലകൊള്ളുന്നു. അതിൽ കാറ്റടിക്കുമ്പോൾ ഭാരം താങ്ങാനാവാതെ മഴയായി താഴേക്കു പെയ്യുന്നു. വളരെ ശരിയാണ്. എന്നാൽ ആ മേഘങ്ങൾക്ക് പല വിധത്തിലുള്ള ഇലക്ട്രിക് ചാർജുകളുള്ളത് നിങ്ങൾക്കറിയാമോ? പഠിച്ചിട്ടുണ്ട്, എന്നാൽ കാര്യമായി അറിയില്ല. സ്റ്റാറ്റിക് ചാർജ് അല്ലേ അങ്കിൾ? അതെ, സ്റ്റാറ്റിക് ചാർജ്. അതിനുദാഹരണം നിങ്ങൾക്കും ഉണ്ടാക്കാം. ഒരു മുടി വാരുന്ന ചീപ്പ് നിങ്ങളുടെ തലമുടിയിൽ ഉരയ്ക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം കടലാസിനകത്ത് കൊണ്ടുവരിക. ആ കടലാസ് കഷ്ണം കുറച്ചു നേരത്തേക്ക് അതിൽ ഒട്ടിപ്പിടിക്കുന്നത് കാണാം. ഞങ്ങളൊന്ന് ചെയ്തു നോക്കട്ടെ അങ്കിൾ. തീർച്ചയായും. ശരിയാ, ദേ ഈ കടലാസ് കഷ്ണം ചാടി പിടിച്ചു. ഇതുപോലെ മുകളിൽ ചുറ്റി നടക്കുന്ന മേഘങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ സ്വന്തമാകും. ഓപ്പോസിറ്റ് ചാർജുള്ള മേഘങ്ങൾ അടുത്ത് വരുമ്പോൾ അത് ഡിസ്ചാർജ് ആകും. അതാണ് ആകാശത്ത് കാണുന്ന ഇടിമിന്നൽ.
അപ്പൊ ഭൂമിയിലോ? ഭൂമിയുടെ ഉപരിതലവും മഴ വരുമ്പോൾ ഇതുപോലെ ചാർജഡ് ആവും. അപ്പോൾ മേഘങ്ങളിൽ നിന്നുള്ള ചാർജ് അതിനടിയിലെ വായുവിനെ കടന്ന് ഭൂമിയിലെത്തി ഡിസ്ചാർജ് ആവുമ്പോഴാണ് ഭൂമിയിൽ ഇടിമിന്നലുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് മരത്തിനടിയിൽ നിൽക്കരുതെന്ന് പറയുന്നത്? എന്നിട്ടും ആൾക്കാർ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിസിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഡിസ്ചാർജ് ആവാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയെ നോക്കൂ. മരം അത്ര നല്ല ചാലകമല്ല. എന്നാൽ തൊട്ടടുത്തൊരു മനുഷ്യനോ മൃഗമോ ഉണ്ടെങ്കിൽ അത് ആ വഴി സ്വീകരിക്കും. മഴ വരുമ്പോൾ പെട്ടെന്ന് മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നേരത്തെ നമ്മുടെ കോളിൻസ് ചെയ്തതുപോലെ. അതെ, അപ്പോഴവർ മഴയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പിന്നെ ഇടിമിന്നലിനെ കുറിച്ച് കാര്യമായി അറിയാത്തവർ വിചാരിക്കും മരത്തിനടിയിൽ നിന്നാൽ ഇടിമിന്നൽ ഏൽക്കുകയില്ലെന്ന്. നമ്മുടെ ശരീരത്തിലെ ജലാംശമാണോ അതിന് കാരണം? അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഉപ്പിന്റെ അംശം നമ്മളെ നല്ലൊരു ചാലകമാക്കി മാറ്റുന്നു. അപ്പോ അധികം ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെയും ഉപദ്രവം ഉണ്ടല്ലേ? അങ്ങനെയും പറയാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോ എവിടെയിരിക്കുന്നതാ സുരക്ഷിതം? നല്ല ചോദ്യം ജിമ്മി. നിങ്ങൾ വീട്ടിലാണെങ്കിൽ വീടിന്റെ നടുവിലായിട്ടിരിക്കുക. ജനാലയുടെ അടുത്ത് പോവാതിരിക്കുക. ഇടിമിന്നൽ അടുത്തായി വെട്ടുന്ന സമയത്ത് കുളിക്കുകയോ കൈ കഴുകുകയോ അലക്കുകയോ ചെയ്യാതിരിക്കുക. ലോഹത്തോട് ബന്ധപ്പെടാതിരിക്കുകയും വേണം അല്ലേ? അതെ, മാല, വള എന്നിവ ശരീരത്തിൽ നിന്നും ഊരിവെക്കുകയും ഇരുമ്പ് കമ്പിയോ മറ്റ് ലോഹപദാർത്ഥങ്ങളുമായി ബന്ധം പുലർത്താതിരിക്കുകയോ വേണം. പിന്നെ ഇടിവെട്ടുന്ന സമയത്ത് യാത്ര കാറിലാണെങ്കിൽ സുരക്ഷിതമായിരിക്കും. ആ സമയത്ത് ബൈക്കിലാണെങ്കിൽ അത്ര സുരക്ഷിതമല്ല. ഇനി അതുമല്ല, നടന്നാണ് പോകുന്നതെങ്കിൽ തറയിൽ കമിഴ്ന്നു കിടക്കുക. അതാണ് ഏറ്റവും ഉത്തമം. വലിയ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ 3 ചെറിയ കമ്പികൾ വെച്ചിരിക്കുന്ന എന്തിനാ? അതാണ് മിന്നൽ രക്ഷാചാലകം. മിന്നൽ ആ കെട്ടിടത്തിൽ ഏൽക്കാതെ ഭൂമിയിലേക്ക് ചേർന്ന് ഇല്ലാതാവുന്നു. അപ്പോ ഇതൊക്കെ ചെയ്തിട്ടും ഇടിമിന്നൽ കൊണ്ടാലോ? നമുക്കും അങ്ങനെയൊരു രക്ഷാചാലകം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ? ഉണ്ടല്ലോ ടോം, അതാണ് പ്രാർത്ഥന. മേൽപ്പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചാൽ ബൈബിളിലൂടെ ദൈവം പറഞ്ഞത് അന്വർത്ഥമാകും. ആ വചനം ഏതാണ് ഡോക്ടർ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. അതേ മക്കളെ, എല്ലാത്തിൻ്റെയും സൃഷ്ടവായ ദൈവം നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കും. അവനിൽ വിശ്വസിച്ച് അവനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം ഭദ്രം. Tom and Tina.